ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ കുതിപ്പ് തുടർന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ലക്നൗ സൂപ്പർ ജയൻസിനെ 10 വിക്കറ്റിനാണ് ഹൈദരാബാദ് നാണം കെടുത്തിയത്. ടോസ് നേടി ആദ്യം ബാറ്റിംഗിലിറങ്ങിയ ലക്നൗ 4 വിക്കറ്റിന് 165 റൺസ് അടിച്ചപ്പോൾ 62 പന്തും 10 വിക്കറ്റും ബാക്കിയാക്കിയാണ് ഹൈദരാബാദ് ജയിച്ചത്. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ജയം അത്യാവശ്യമായിരുന്ന മത്സരത്തിലാണ് ലക്നൗ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇന്ന് നമ്മൾ ഒരു അടിപൊളി വെബ്സൈറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന്റെ പേരാണ് GoToWin.io. ഇതുവഴി ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ്, ലൈവ് സ്പോർട്സ് കൂടാതെ കൗണ്ടർ സ്ട്രൈക്ക് പോലെയുള്ള കിടിലൻ ഗെയിമുകൾ കളിച്ച് നിങ്ങൾക്ക് പണം നേടാൻ സാധിക്കുന്നു. ഇതുവഴി വളരെ വേഗത്തിലും സുരക്ഷിതമായും ഡെപ്പോസിറ്റ് ചെയ്യുവാനും വിഡ്രോ ചെയ്യാനും സാധിക്കും. 24/7 കസ്റ്റമർ സപ്പോർട്ട് ലഭിക്കുന്നു. മാത്രമല്ല, നമ്മുടെ പ്രൊമോ കോഡ് വഴി ജോയിൻ ചെയ്യുന്നവർക്ക് അത്ഭുതകരമായ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. GoToWin നിങ്ങൾക്കായി ഒരു ഗീവ് അവേ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ച് ഐഫോൺ, ആപ്പിൾ വാച്ച്, എയർപോഡുകൾ എന്നിവ ഉൾപ്പെടെ മികച്ച സമ്മാനങ്ങൾ നേടാനുള്ള അവസരമാണിത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: GoToWin ഇന്ത്യ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. തുടർന്ന് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നായകൻ എന്ന നിലയിൽ KL രാഹുലിന്റെ തെറ്റായ തീരുമാനമാണ് ലക്നൌവിന്റെ തോൽവിക്ക് പ്രധാനമായ കാരണമായെന്ന് പറയാം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തതും പവർ പ്ലേയിൽ മെല്ലെപ്പൊക്ക് ബാറ്റിംഗ് നടത്തിയതുമടക്കം രാഹുൽ വരുത്തിയ വലിയ പിഴവുകൾ ലക്നൌവിനെ തോൽപ്പിച്ചെന്ന് പറയാം. രൂക്ഷ വിമർശനമാണ് രാഹുലിനെതിരെ ആരാധകർ ഉയർത്തുന്നത്. മത്സരശേഷം നാടകീയ സംഭവങ്ങളാണ് ഹൈദരാബാദിൽ കണ്ടത്. ലക്നൗ ടീമിന്റെ ഉടമ സഞ്ജീവ് ഖോയൻഗ മത്സരശേഷം രാഹുലിനോട് പരസ്യമായി ദേഷ്യപ്പെട്ടു. സഞ്ജീവും ഭാര്യയും ചേർന്ന് രാഹുലിനോട് സംസാരിക്കുന്നതിന്റെ വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. ദേഷ്യത്തോടെ രാഹുലിനോട് സഞ്ജീവ് സംസാരിക്കുന്നതാണ് കാണാനായത്. കൈവിരൽ ചൂണ്ടി രാഹുലിനോട് സഞ്ജീവ് കയർത്തു. രാഹുലും തിരികെ തർക്കിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. എന്തായാലും രാഹുലിന്റെ ലക്നൌവിലെ ഭാവി തീരുമാനമായെന്ന് തന്നെ പറയാം. നായകനായും ബാറ്റ്സ്മാനായും രാഹുൽ വരുത്തിയ പിഴവുകൾ മാപ്പില്ലാത്തതാണ്. ഇത്തരമൊരു വമ്പൻ തോൽവി ലക്നൌവിൻ്റെ റൺ റേറ്റിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ടീമിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളും മങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ലക്നൗ ഉടമ സഞ്ജീവ് ഇത്തരമൊരു പരസ്യ ശകാരത്തിന് മുതിർന്നത്. ലക്നൌവിൻ്റെ നായക സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റാനുള്ള സാധ്യതയും കൂടിയിരിക്കുകയാണ്. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ രാഹുലിന് സ്ഥാനമില്ലായിരുന്നു. ഇത് ലക്നൌവിൻ്റെ നായക സ്ഥാനത്ത് രാഹുൽ തുടരാൻ യോഗ്യനല്ല എന്നതിൻ്റെ തെളിവാണ്. രാഹുലിൻ്റെ ശൈലിയിൽ ടീം മാനേജ്മെൻറ്റിന് വിയോജിപ്പെട്ട റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഹൈദരാബാദിനോട് 10 വിക്കറ്റിന് തോൽക്കുകയും ടീം ഉടമ രാഹുലിനോട് കയർക്കുകയും ചെയ്തതോടെ രാഹുലിൻ്റെ നായക സ്ഥാനത്തിറക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. നിക്കോളസ് പൂരനെ ലക്നൗ വരുന്ന മത്സരങ്ങളിൽ നായകനാക്കിയാലും അത്ഭുതപ്പെടാനില്ല. രാഹുലിൻ്റെ പ്ലേയിങ് ലെവലിലെ സ്ഥാനം പോലും സംശയത്തിൻ്റെ നിഴലിലായിരിക്കുകയാണ്. ഹൈദരാബാദിനെ പോലൊരു വമ്പൻ ടീമിനെതിരെ 200 മുകളിൽ സ്കോർ അത്യാവശ്യമായിരുന്നു. ഹൈദരാബാദിൻ്റെ തട്ടകത്തിൽ അവർക്ക് കരുത്ത് വരും. മികച്ച ബാറ്റിംഗ് കരുത്തുള്ള ഹൈദരാബാദിനെതിരെ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ലക്നൌവിൻ്റെ തീരുമാനം തന്നെ ലോകമണ്ടത്തരമായിരുന്നു. ഈ പിഴവിനുള്ള തിരിച്ചടി ലക്നൗ നേരിടുകയും ചെയ്തു. പതിയെ തുടങ്ങി പതിയെ ഗിയർ മാറ്റുക എന്ന രാഹുലിൻ്റെ മണ്ടൻ ശൈലി T20ക്ക് ചേരില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. പവർ പ്ലേയിൽ 24 പന്ത് നേരിട്ട് 19 റൺസാണ് രാഹുൽ നേടിയത്. 30 പന്തിൽ ട്രാവിസ് ഹെഡ് 89 റൺസ് അടിച്ച പിച്ചിലാണ് രാഹുലിൻ്റെ ടെസ്റ്റ് ബാറ്റിംഗ്. 77 സ്ട്രൈക്ക് റേറ്റിൽ പവർ പ്ലേയിൽ ബാറ്റ് ചെയ്യുന്ന രാഹുൽ ടീമിന് ബാധ്യതയാണെന്ന് തന്നെ പറയാം. 33 പന്തിൽ 29 റൺസാണ് രാഹുൽ നേടിയത്. 87 എന്ന നാണംകെട്ട സ്ട്രൈക്ക് റേറ്റിലാണ് രാഹുൽ ബാറ്റ് ചെയ്തത്. മൊഹസിൻ ഖാൻ്റെ അഭാവത്തിൽ മികച്ചൊരു പേസർ ലക്നൌവിന് അത്യാവശ്യമായിരുന്നു. എന്നാൽ ഇമ്പാക്റ്റ് പ്ലെയറായി പേസർ ഉപയോഗിക്കാൻ രാഹുൽ മുതിരാതിരുന്നത് വലിയ മണ്ടത്തരമായി പോയി. കൃഷ്ണപ്പ ഗൗതത്തെ പവർ പ്ലേയിൽ ഉപയോഗിച്ചതും രാഹുൽ കാട്ടിയ വലിയ പിഴവാണ്. നായകസ്ഥാനത്ത് നിന്ന് രാഹുൽ പിന്മാറുകയും ഓപ്പണറായി ഇറങ്ങി ആക്രമിക്കാൻ ധൈര്യം കാട്ടുകയും ചെയ്യാത്ത പക്ഷം ലക്നൗ പ്ലേ ഓഫ് കാണാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല.